ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ആണ് അല്ലെ. അപ്പൊ എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് പ്രൈമിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മുടെ ഫാമേഴ്സ് ആണ് അല്ലെ. അപ്പോൾ പല ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് മെയിൻലി എന്തൊക്കെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് പോയാലോ? ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. ഇറ്റ് ഈസ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ പ്ലാന്റ് ടു എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് എവിടെയാണ്? മെയിൻലി ഫാമിങ്ങിലാണ് അല്ലെ. ഫാമിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി അത് മാറ്റണമെങ്കിൽ മെയിൻലി എന്തൊക്കെ ഫാക്ടേഴ്സ് ആവശ്യമാണ്? അഗ്രികൾച്ചർ. അതുപോലെ തന്നെ അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ ഇൻഡസ്ട്രിയും എന്ത് നല്ല രീതിയിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇൻഡസ്ട്രി ത്രൂ മെഷീൻസിലൂടെ അത് വലിയ പാക്കേജ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു അല്ലെ. അപ്പൊ എന്താണ്? ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ പ്ലാന്റ് ടു എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് involves 3 types of economic activities. 3 തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിലൂടെയാണ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് 3 എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കിയാലോ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ. It is the name of 3 economic activities. It is first one primary activity, second one secondary activity, and third one it is tertiary activity ആണ് അല്ലെ. 3 type of economic activities ആണ്. ഏതൊക്കെ മക്കളെ? ഫസ്റ്റ് വൺ primary activity, secondary activity and tertiary activity അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ എന്താണ് പ്രൈമറി ആക്ടിവിറ്റി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ? Primary activities include all those connected with extraction and production of natural resources. നമ്മൾ പാടത്തിൽ നിന്ന് ആ ഒരു ധാന്യം കൊയ്തെടുത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നില്ലേ, അത് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റിയിൽ ഉൾപ്പെടും. എക്സാമ്പിൾ എന്തൊക്കെയാ? മെയിൻലി അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഗാദറിംഗ് ആർ ഗുഡ് എക്സാമ്പിൾസ്. ഓക്കെ, അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. എന്തൊക്കെ മക്കളെ? പ്രൈമറി ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഗാദറിംഗ് അല്ലെ. ഓക്കെ, അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഗാദറിംഗ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്രൈമറി ആക്ടിവിറ്റി. പ്രൈമറി ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഓൾ ദോസ് കണക്റ്റഡ് വിത്ത് ആക്ടിവിറ്റീസ് ലൈക്ക് extraction and production of natural resources is called as primary activity. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ മക്കളെ? agriculture, first one agriculture, second one fishing, and third one it is gathering. Okay, next slide. ഇനി നെക്സ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്? സെക്കൻഡ് എക്കണോമിക് ആക്ടിവിറ്റി ഇത് സെക്കൻഡറി ആണ് അല്ലെ. സെക്കൻഡറി ആക്ടിവിറ്റീസ് ആ ഒരു പ്രൈമറി പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ കൈമലിൽ എത്തിയിട്ട് സെക്കൻഡറി പ്രോസസ് എന്താന്ന് നോക്കിയാലോ? സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസിങ് ഓഫ് ദീസ് റിസോഴ്സസ്. ഈ ഒരു ഇത് നമ്മളെ ഇൻഡസ്ട്രിയിൽ ആ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചേർന്നിട്ട് അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സ്റ്റെപ്പ് നടക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ ആൻഡ് ബേക്കിംഗ് ഓഫ് ബ്രെഡ്, വീവിംഗ് ഓഫ് ക്ലോത്ത് ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സെക്കൻഡറി ആക്ടിവിറ്റി ആണ്. ത്രൂ മെഷീൻ ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ പ്രോസസിങ് ചെയ്യുന്നതിന് നമ്മൾ സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ദാറ്റ് ഇസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസിങ് ഓഫ് ദീസ് റിസോഴ്സസ്. മെയിൻലി എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റീൽ, അതൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രോസസിംഗ് ആണ് അല്ലെ, മേക്കിംഗ് പ്രോസസ്. ആൻഡ് ബേക്കിംഗ് ഓഫ് സോഡ ആൻഡ് ബേക്കിംഗ് ഓഫ് ബ്രെഡ്. And third one weaving of cloth is examples of secondary activities. നീ എന്താണ് മക്കളെ തേർഡ് എക്കണോമിക് പ്രോസസ് അല്ലെങ്കിൽ തേർഡ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? tertiary ആക്ടിവിറ്റി ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്? 2 ആക്ടിവിറ്റി. ഫസ്റ്റ് വൺ പ്രൈമറി ആക്ടിവിറ്റി, സെക്കൻഡ് വൺ സെക്കൻഡറി ആക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് tertiary ആക്ടിവിറ്റി, തേർഡ് ഫോം ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പൊ tertiary ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ to provide support to the primary and secondary sectors through services. ഇത് tertiary ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഏതൊക്കെ 2 ആക്ടിവിറ്റിക്ക്? പ്രൈമറി ആൻഡ് സെക്കൻഡറി ആക്ടിവിറ്റിക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ചുമതല ആർക്കാണ്? tertiary sector എന്നാണ്. ഓക്കെ,
അപ്പോ അതെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ട്, ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ടെർഷ്യറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ടെർഷ്യറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. ഓക്കെ മക്കളെ, it is provide support, tertiary activities that provide support to the primary and secondary sectors through services is called as tertiary sector. Example എന്തൊക്കെയാണ്? first one transport, second one trade, third one banking, fourth one insurance, and fifth one advertising are the examples of tertiary activities. Tertiary services that provide to primary and secondary sector is called as first one transport, second one trade, third one banking, fourth one insurance, and fifth one advertising. Okay, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രൈമറി സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, അഗ്രികൾച്ചർ ഇസ് എ പ്രൈമറി ആക്ടിവിറ്റി. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഏത് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്? ഏത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് അഗ്രികൾച്ചർ? നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലെ, പ്രൈമറി ആക്ടിവിറ്റിന്റെ എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ്സ്, അഗ്രികൾച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക മക്കളെ? മെയിൻലി ഫസ്റ്റ് വൺ ഗ്രോയിങ് ക്രോപ്സ്, ഫ്രൂട്ട്സ്, vegetables, flowers and rearing of livestock അല്ലെ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ പല പ്രോസസിംഗ് ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ് അല്ലെ. മെയിൻലി ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രോയിങ് ക്രോപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ആൻഡ് റിയറിംഗ് ഓഫ് കാറ്റിൽസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഇൻ ദ വേൾഡ്. അപ്പൊ ഈ ഒരു ലോകത്ത് വെച്ച് നോക്കുമ്പോൾ 50% ഓഫ് പേഴ്സൺസ് ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. ലോകത്ത് 50% ആളുകളും ഏത് പണിയിലാണുള്ളത്? എൻഗേജ് ചെയ്യുന്നത് കൃഷിയിലാണ് അല്ലെ. And 2/3 of India's population is still dependent on agriculture. നമ്മുടെ ഇന്ത്യയിലെ അല്ലെ 2/3 പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷനും ആശ്രയിച്ച് നിൽക്കുന്നത് എന്തിനെയാണ്? കൃഷിനെയാണ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഗ്രികൾച്ചർ ഇസ് എ പ്രൈമറി ആക്ടിവിറ്റി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രോയിങ് ക്രോപ്സ്, fruits, vegetables, flowers and rearing of cattle or any other animals. Okay, and in the world 50% of persons are engaged in agricultural production എന്ന് പറഞ്ഞു. and 2/3 proportion of India's population is still dependent upon agriculture എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് മെയിൻലി 2 ഫാക്ടേഴ്സ് ആവശ്യമാണ്. എന്തൊക്കെയാന്ന് നമുക്കൊക്കെ അറിയോ? ഈ പോയിന്റിൽ നോക്കിക്കേ, we need favorable topography. ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയും ഒക്കെ അനുയോജ്യമായി വരണം അല്ലെ കൃഷിക്ക് അല്ലെ. favorable topography of soil and climate are needed for agricultural activity. പിന്നെയോ, the land on which the crops are grown is known as arable land. arable land എന്നാണ് പറയാ. ഈ ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡിന്റെ സ്ഥലത്തിന്റെ പേരാണ്, നിലത്തിന്റെ പേരാണ് എന്ത്? arable. It is arable land. arable land എന്നാണ്. the land on which the crop is grown is known as arable land. spelling എന്താണ്? ARABLE and land അല്ലെ. okay, it is 2 factors is needed for the agricultural activity. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് മക്കൾ പറഞ്ഞേ? it needs favorable topography of soil and climate is needed for agricultural activity. പിന്നെ what is arable land? it is the land on which the crops are grown is known as arable land. okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another topic, it is about farm system. ഫാം സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കളെ, അഗ്രികൾച്ചർ ഓർ ഫാമിംഗ് ക്യാൻ ബി ലുക്ഡ് അറ്റ് ആസ് എ സിസ്റ്റം. അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിട്ട്, ഒരു സിസ്റ്റം ആയിട്ട് നമുക്ക് എടുത്താലോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ദ ഇമ്പോർട്ടന്റ് ഇൻപുട്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്പേഴ്സ്, വീട്ടിലുള്ള ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സീഡ്സ് ഉണ്ട്, fertilizers is there, machinery, labor is essential for the agricultural activity. Seeds is needed,
ഈ സീഡ്സ് ഒക്കെ ഉണ്ടാവാൻ നല്ല രീതിയിൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ത്രൂ മെഷീനറി അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്നു. അതിനൊക്കെ പ്രവർത്തിക്കാൻ ലേബർ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ അഗ്രികൾച്ചറൽ പ്രോസസ്. അവരില്ലെങ്കിൽ അഗ്രികൾച്ചർ ഇല്ല. ലേബർ ഇസ് ദ പ്രൈം ഫാക്ടർ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത്തരം കാര്യങ്ങളാണ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. അല്ലെ സോയിലിന് മാനർ പ്രൊവൈഡ്, അല്ലെ സോയിൽ ദാറ്റ് എസ്റ്റാബ്ലിഷസ് ഫിക്സഡ് ന്യൂട്രിയൻസ്, ക്രോപ്പ് ഹാർവെസ്റ്റ്, പിന്നെ ഈ ഒരു സോയിലിന് ഡിപ്പെൻഡ് ഗ്രേസിംഗ് ഇസ് ദെയർ, മാനുറിങ്, പർച്ചേസ്ഡ് ഫീഡ് ആൻഡ് ബീഡിങ് എക്സെട്ര. അതൊക്കെയാണ് ഈ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണ് കേട്ടോ, അഗ്രികൾച്ചറൽ പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാലോ. എന്തൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ അഗ്രികൾച്ചറൽ പ്രോസസ് ആണ് ഈ ഒരു ഫീൽഡിൽ നടക്കുക എന്ന് നോക്കിയാലോ. ഇറ്റ് ഈസ് സം ഓഫ് ദ ഓപ്പറേഷൻസ് ഇൻവോൾവ് ആർ ഫസ്റ്റ് വൺ പ്ലോഗിങ്. അല്ലെ, പ്ലോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കോട്ടെടുത്ത് കുഴിക്കുന്നു അല്ലെ. സീഡ്സ് ഒക്കെ നല്ല രീതിയിൽ മണ്ണിനോട് ഇതാക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ എന്താവുന്നു, ഡിഗ് ചെയ്തെടുക്കുന്നു. സോയിങ് അല്ലെ, നല്ല രീതിയിൽ കൊയ്തെടുക്കുന്നു. Irrigation is using tractors or ox, or weeding and harvesting. Okay, sowing seeds നിലത്തിടുന്നു, നല്ല രീതിയിൽ നിലം ഇത് മറയ്ക്കുന്നു. ഇറിഗേഷൻ യൂസ് ചെയ്ത് നല്ല ക്രോപ്സ് വളർത്തുന്നു, അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ സം ഓഫ് ദി പ്രോസസ് ഇൻവോൾവ് ഇൻ അഗ്രികൾച്ചർ, ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ പ്ലോഗിങ്, സെക്കൻഡ് വൺ സോയിങ്, ആൻഡ് തേർഡ് വൺ ഇറിഗേഷൻ, ആൻഡ് ഫോർത്ത് വൺ വീഡിങ്, ആൻഡ് ഫിഫ്ത്ത് വൺ harvesting. And next point നോക്കിക്കേ മക്കളെ, the output from the system is included. ഇതിന്റെ ഈ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്തരം പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷന് എന്ന് മക്കൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഇത്തരം പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചറിന്റെ റിസൾട്ട് ആയിട്ട് പുറത്തേക്ക് വരുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ക്രോപ്സ്, സെക്കൻഡ് വൺ wool and dairy products, തേർഡ് വൺ, ഫോർത്ത് വൺ ഇറ്റ് ഈസ് poultry products. ഓക്കെ, എന്തൊക്കെയാണ്? Crops, wools, dairy and poultry products is the result of the agricultural production. Okay, next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another topic, it is the types of farming. ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് മാത്രമാണോ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ നടക്കുന്നതല്ല, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് ആണ് ഓൾ അറൌണ്ട് ദി വേൾഡ് നടക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ ചില ഫാമിംഗ് ടൈപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഈ ഒരു സെഷനിൽ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, farming is practiced in various ways. Farming is practiced in various ways across the world. ഈ ലോകത്തെ പല ഭാഗങ്ങളും പല ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ചെയ്യുന്നതെന്ന് ടീച്ചർ പറഞ്ഞു. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജോഗ്രഫിക്കൽ കണ്ടീഷൻ. ഓരോ പ്ലേസസിനും അതിൻ്റെതായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചർ ഉണ്ടാവും. അതായിരിക്കും ഓരോ ക്രോപ്സിനും പറ്റിയ ഓരോ ടൈപ്സ് ഓഫ് ജോഗ്രഫി ആയിരിക്കും അതിന് പറ്റുക. Labor should be needed. Level of technology will be different in different parts of the world. Farming can be classified into main types. അല്ലെ, ഫാമിംഗ് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ ഒരു സെഷനിൽ നമ്മൾ ഏത് ടൈപ്സ് ഓഫ് ഫാമിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ടു ടൈപ്സ് ഓഫ് ഫാമിംഗ്. ഇറ്റ് ഈസ് subsistence farming and commercial farming. Okay, അപ്പൊ എന്താണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ. ഇറ്റ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഈസ് പ്രാക്ടീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഫാമേഴ്സ് ഫാമിലി. കർഷകരുടെ കുടുംബത്തിന് വേണ്ടി അവർ കുറച്ച് സാധനങ്ങൾ അവരുടെ പാടത്ത് വിളവെടുക്കുന്നു. ഓക്കെ, അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകർ അവരുടെ ഫാമിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനെ പറയുന്ന ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് ഏത് മക്കളെ? സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് കാലഘട്ടത്തിൽ ട്രഡീഷണലി ലോ ലെവൽസ് ഓഫ് ടെക്നോളജി ആൻഡ് ഹൗസ് ഹോൾഡ് ലേബർ ആർ യൂസ് ടു പ്രൊഡ്യൂസ് ഓൺ സ്മോൾ ഔട്ട്പുട്ട്. ഇപ്പോഴത്തെ രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന കാലമല്ലായിരുന്നു പണ്ടത്തെ കാലം. എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്ത് ഡിഗ് ഔട്ട് ചെയ്യുന്ന ക്രോപ്സ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് അല്ലെ. പണ്ട് അവരുടെ ഫാമിലിക്ക് ആവശ്യമായ കാര്യങ്ങള്, ധാന്യങ്ങൾ മാത്രം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരുന്നു. അതാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ടു ടൈപ്സ് ഓഫ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയാലോ മക്കളെ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ആൻഡ്
primitive subsistence farming. ഏതൊക്കെയാ 2 types of subsistence farming മക്കൾ പറഞ്ഞേ? First one, intensive subsistence farming and primitive subsistence farming. Okay, ഇതാണ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന്റെ ഒരു പിക്ചറൈസേഷൻ. ഇനി നമുക്ക് 2 ടൈപ്പിൽ ഒന്നാമത്തെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് നോക്കിയാലോ എന്താണെന്ന്. ഇറ്റ് ഈസ് ദ ഫാമർ cultivates a small plot of land using simple tools and more labor. ഈ ഒരു പാടത്ത് എന്ന് പറയുമ്പോ ഈ ഒരു ഫാമിങ്ങിൽ, ഈ ഒരു ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങില് ആളുകള്, കർഷകര് ചെറിയ ഹാൻഡ് മെയ്ഡ് ടൂൾസ് ഉപയോഗിച്ച് കുറെ പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന, കുറെ ലേബേഴ്സ് ഉണ്ടാവും, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആണ് ഏത് മക്കളെ? ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, the climate with, ഇതിന് എന്തൊക്കെ നീഡഡ് ആണ്? ക്ലൈമറ്റ് വിത്ത് ലാർജ് നമ്പർ ഓഫ് ഡേയ്സ് വിത്ത് സൺഷൈൻ. ക്രോപ്സിന്, ഈ ഒരു ക്രോപ്സിന് കിട്ടുന്ന കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കൂടുതൽ ദിവസവും പകൽ സമയത്ത് അവർക്ക് സൺഷൈൻ കിട്ടണം. when fertile soil should be there, okay, to permit the growing of more than one crop annually on the same plot. ഒന്ന് കൂടുതൽ ക്രോപ്പ് അവർ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് കൂടുതൽ ലേബേഴ്സിന് അവർക്ക് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? The farmer cultivates a small plot of land using simple tools and more labor. Second point, climate with a large number of days with sunshine is needed for the cultivation of intensive subsistence farming, and also fertile soil permit the growing of more than a fertile soil ആണെങ്കിൽ അതിൽ ആ ഒരു സെയിം പ്ലോട്ടിൽ ഒന്നിൽ കൂടുതൽ ക്രോപ്പ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന്റെ ഒരു പിക്ചറൈസേഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കാം. റൈസ് ഇസ് ദ മെയിൻ ക്രോപ്പ്. എപ്പോഴും ഇങ്ങനത്തെ രീതിയിൽ റൈസ് ആണ് മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ്. വേറെ എന്തൊക്കെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യും ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ? വീറ്റ് ഷുഡ് ബി ദർ, ആൻഡ് മൈസ്, pulses and oil seeds. Like rice is the main crop. Other crops cultivated in this land is wheat, maize, pulses and oil seed. Okay, intensive subsistence agriculture is prevalent in the thickly populated areas of monsoon regions of Southeast and East Asia. ഇത്തരം ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ചെയ്യുന്നത് എവിടെയാണ്? ജനസംഖ്യ കൂടുതലുള്ള കൺട്രിയിലാണ് ചെയ്യാറ്. മെയിൻലി ഇൻ ദ റീജിയൻ ഓഫ് സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ് ഏഷ്യയിലാണ് ഇത്തരത്തിലുള്ള ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ചെയ്യാറുള്ളതെന്ന് മക്കള് ഓർക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇറ്റ് ഈസ് primitive subsistence agriculture. Okay, എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് ഹേർഡിംഗ്. ഈ ഒരു പ്രിമിറ്റീവ് പണ്ടത്തെ കാലഘട്ടത്തിൽ ഷിഫ്റ്റിംഗ്, കൾട്ടിവേഷനും നൊമാഡിക് ഹേർഡിംഗുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എന്താണ് അത് ആ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയാലോ? ഇറ്റ് ഈസ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലെ. മെയിൻലി എന്താണ് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആയിരിക്കും അവർക്ക് മെയിൻലി വർക്ക് ഉണ്ടാവുക ഫാമേഴ്സിന് പണ്ടത്തെ കാലഘട്ടത്തിൽ, ലാൻഡ് ലോഡ്സിന്റെ കാലഘട്ടത്തിൽ. നൊമാഡിക് ഹേർഡിംഗ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ആനിമൽസിനെയൊക്കെ റിയർ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. അത് നമ്മൾ കാണാറുണ്ട് നാട്ടുപുറങ്ങളിലെ ഒരു കാഴ്ചയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്? അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, ടൈപ്സ് ഓഫ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാ മക്കളെ? എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെ. ത്രീ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി? പറഞ്ഞേ ഓരോന്നായിട്ട് മക്കള്. ഫസ്റ്റ് വൺ നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്തത്? 3 ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയില് നമ്മൾ ഫസ്റ്റ് വൺ ഏതാ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ പ്രൈമറി അല്ലെ. പ്രൈമറി ആക്ടിവിറ്റി. ഓക്കെ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ മതി അല്ലെ. പ്രൈമറി ആക്ടിവിറ്റി നമുക്ക് സെക്ടർ ആക്കാം. പ്രൈമറി സെക്ടർ,
പിന്നെ സെക്കൻഡ് എക്കണോമിക് ആക്ടിവിറ്റി ഏതാണ്? സെക്കൻഡറി സെക്ടർ അല്ലെ. സെക്കൻഡറി ആക്ടിവിറ്റിക്ക് പകരം സെക്ടർ എന്ന് നമുക്ക് പറയാം അല്ലെ. ആക്ടിവിറ്റി എന്നോ നമ്മൾ സെക്ടർ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, സെക്ടർ തന്നെ മതി. സെക്കൻഡറി സെക്ടർ. പിന്നെന്താണുള്ളത് മക്കളെ? ടേഴ്ഷ്യറി സർവീസസ് അല്ലെ. ടേഴ്ഷ്യറി സെക്ടർ. ഓക്കെ. അപ്പൊ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അഗ്രികൾച്ചർ അതൊക്കെയാണ് അല്ലെ. അഗ്രികൾച്ചർ. ഓക്കെ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ത്രൂ മെഷീൻസ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. ഇൻഡസ്ട്രിയൽ മെഷീൻസിലൂടെ അതൊരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നു. പിന്നെ ടേഴ്ഷ്യറി സെക്ടർ എന്ന് പറയുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ? ട്രാൻസ്പോർട്ട് അല്ലെ. ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ് അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ. ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ. ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ. ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ് ഉള്ളത്? പറഞ്ഞേ മക്കൾ, ഓർത്തിട്ട് പറഞ്ഞേ. എന്തൊക്കെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലെ. രണ്ട് ടൈപ്പ് ആണുള്ളത്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഫസ്റ്റ് വണ്ണിന് രണ്ട് ടൈപ്സ് ഉണ്ട് അല്ലെ. ഇതിന്റെ രണ്ട് ടൈപ്സ് ഏതൊക്കെയാ മക്കളെ? സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന്റെ ഏതൊക്കെയാ? സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന്റെ രണ്ട് ടൈപ്സ് ഏതൊക്കെയാണ്? പറഞ്ഞേ. ഇറ്റ് ഈസ് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ആൻഡ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അല്ലെ. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ്. പിന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫാമിംഗ് എന്താ? ഫസ്റ്റ് ടൈപ്പ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞു. അതിന്റെ നമ്മൾ ഓക്കെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങും പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങും ഈ ഒരു സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന്റെ 2 ടൈപ്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ മെയിൻ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഏതാണ്? ഇറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് അല്ലെ. കൊമേഴ്ഷ്യൽ ഫാമിംഗ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദ ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ദിസ് ഫസ്റ്റ് വൺ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്ഷ്യറി സെക്ടർ. ആക്ടിവിറ്റീസ് ആണ്, സെക്ടർ എന്ന് ഞാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റി അഗ്രികൾച്ചർ ആണ്. സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ഇൻഡസ്ട്രി റിലേറ്റഡ് തിങ്സ് ആണ്. ടേഴ്ഷ്യറി ആക്ടിവിറ്റി, ടേഴ്ഷ്യറി സെക്ടർ അല്ലെങ്കിൽ ടേഴ്ഷ്യറി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ദേ പ്രൊവൈഡ് സർവീസസ് അല്ലെ. പ്രൊവൈഡ് സർവീസസ്. എന്തൊക്കെ സർവീസസ് ആണ് ടേഴ്ഷ്യറി സെക്ടർ പ്രൈമറിക്കും സെക്കൻഡറിക്കും കൊടുക്കുന്നത്? ഇറ്റ് സപ്പോർട്ട്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. എന്തൊക്കെ സർവീസസ് ആണ് പ്രൈമറിക്കും സെക്കൻഡറിക്കും ടേഴ്ഷ്യറി കൊടുക്കുന്നത്? ഇറ്റ് ഇസ് ത്രൂ ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ആണ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ? ഫസ്റ്റ് വൺ സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സബ്സിസ്റ്റൻസ് ഫാമിംഗിന്റെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആൻഡ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. പിന്നെ സെക്കൻഡ് മെയിൻ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ഇറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ
ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.